വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മളിപ്പോ ഇന്നലെ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മള് ബാംഗ്ലൂർ ഹെഡ് ചെയ്യായിരുന്നു. ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ചെയ്തു. യെസ്റ്റർഡേ നൈറ്റ് ഫുൾ ഡ്രൈവ് ചെയ്തു. സോ ഏകദേശം ഒരു 600 സംതിങ് കിലോമീറ്റേഴ്സ് യെസ്റ്റർഡേ നൈറ്റ് കവർ ചെയ്തു. കറന്റ് ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. യെസ്റ്റർഡേ നൈറ്റ് തന്നെ എത്തി. എന്നിട്ട് സ്റ്റേ ഒക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫ്രഷ് അപ്പായി. ഇപ്പോൾ ഇന്ന് മോർണിംഗ്, നമ്മളിപ്പോൾ മോർണിംഗ് അല്ല, ഒരു 11 മണിക്ക് ആയിട്ടുണ്ട്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതേ 11 മണിക്കായി. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി, ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് യലങ്കയിലാണ്. ദേവണഹള്ളി യലങ്ക ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി നേരെ പുകിനിക്കൽ, പാലാക്കോട് വഴി നേരെ തോപ്പൂർ വഴി സേലം, നേരെ ഈറോഡ്, കോയമ്പത്തൂർ, തൃശ്ശൂർ. ഓ മൈ ഗോഡ്, ട്രിപ്പ് ഹൗസ് ഹൈക്കാണ് ഗൈസ്. കണ്ണൊക്കെ നിറഞ്ഞിട്ടായി അത് പറയണേ. ട്രിപ്പ് ഹൗസ് ഹൈക്കാണ് ഗൈസ്. ഓ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആ വഴി പോയാണ് പോകാൻ ഉദ്ദേശിക്കണത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണൊക്കെ നോക്കി നിങ്ങൾ, ഫുള്ള് മാംഗോ കൃഷി കേട്ടോ. മാംഗോ കൃഷി, മാങ്ങാ മരത്തിന്റെ കൃഷി കേട്ടോ ഫുള്ള്. ഈ സ്ഥലത്ത് ലീസിന് കിട്ടൂട്ടോ നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി കൃഷി കാണിച്ചു തരാം. പറഞ്ഞാ അവിടുത്തില്ല, സാധനം തയ്യാറായിട്ടില്ലെത്തി. മുന്തിരി കണ്ട, മുന്തിരി കൃഷി. ഒന്നിറങ്ങിയ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. അത് കാണുന്നത് മൊത്തം മുന്തിരി കൃഷിയാണ് കഴിച്ചു. പക്ഷെ മുന്തിരി ഒന്നും ഉണ്ടായിട്ടില്ല തോന്നുന്നുണ്ട്. സീസണൊന്നും അല്ല തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ വെറുതെ കാണിച്ചു തരാം. ആരെങ്കിലും ഓടിക്കാവോ എന്നെ? കൃഷി സ്ഥലത്തൊന്നും അങ്ങനെ കയറിക്കൂടാ. എൻ്റെ പൊന്നെ, ജാതി ഹൈറ്റാലോ. കണ്ടോ ഈ മുന്തിരി ഉണ്ട് കൈസ്. മുന്തിരി ഉണ്ട്. പക്ഷെ ഉള്ളിൽ കയറി അവർ വല്ല സീനാക്കും. കണ്ടോ നോക്കിയേ നിങ്ങൾ, കാണാനൊക്കെ നോക്കിയേ. നല്ല മുന്തിരികളാട്ടോ. പൊട്ടിക്കാൻ പാടില്ല. നമ്മളിത് നോക്കാനും കാണാനും പാടുള്ളൂ. കാരണം നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം കൈസ്. അവരത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിങ്ങനെ അവരുടെ വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് തൊടാനോ പൊട്ടിക്കാനോ കഴിച്ചു നോക്കാനൊന്നും പാടില്ല. ഒന്നാമത് കഴിക്കാൻ പാടില്ല. ഒക്കെ വിഷമടിച്ചുള്ള സാധനങ്ങളാണ്, മരുന്നടിച്ചുള്ള സാധനങ്ങളാണ്. കണ്ടോ ഫുള്ള് മുന്തിരിയാണ് കൈസ്. വീണ്ടും ഫുള്ള് എന്തോരാ നോക്കിയേ. കണ്ടോ ഷോ, കാണുമ്പോൾ തന്നെ നമുക്ക് പൊട്ടിച്ച് കഴിക്കാൻ തോന്നും. പക്ഷെ ഒരിക്കലും ഞാൻ ചെയ്യരുത് കേട്ടോ. അതിനുള്ള അവസരങ്ങളോടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കണ്ടോ എന്തോരം നിൽക്കണോ നോക്കിയേ. ഫുള്ള് ഇത് നിങ്ങൾ ഈ ദേവണഹള്ളി അലങ്ക ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ 2 സൈഡിലും കാണാം കൈസ്. ഏത് മുന്തിരി കൃഷി ഫുള്ള് ഇവിടെ ഫുള്ളതാ. ഫുള്ള് മുന്തിരി കൃഷിയാ. ജമ്പ് അമ്മേ. അമ്മേ പോയി. മുന്തിരി കൃഷി ഉണ്ട് നിങ്ങള്. നമ്മളിവിടുന്ന് ഇറങ്ങാം. വണ്ടി ബാക്ക് ഇല്ല. അപ്പൊ നമ്മളിഞ്ഞ് സിറ്റിയിൽ കയറാൻ നിൽക്കണില്ല കേട്ടോ. നമ്മളിവിടുന്ന് സർജാപൂർ വഴി നേരെ അത്തിവല്ലി, ഹുസൂര് കയറും. എന്നിട്ട് അവിടുന്ന് വീണ്ടും റൈറ്റ് കയറിയിട്ട് നമ്മുടെ മറ്റേ ഹുഗിനിക്കൽ, പാലാക്കോട് വഴി കയറും കേട്ടോ. എന്നിട്ട് നമ്മൾ കൃഷ്ണഗിരി ടച്ച് ചെയ്യില്ല, നേരെ തോപ്പൂരിന് അടുത്തായിട്ട് പോയി ഇറങ്ങും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ. നമ്മളിത് അപ്പൊ അത്തിവല്ലി ഭാഗത്ത് നിന്നെല്ലാം വിട്ട് നേരെ ഓപ്പോസിറ്റ് കയറി കേട്ടോ. നമ്മളിത് റായിക്കോട്ടെ റോഡിൽ കയറിയിട്ടുണ്ട്. റായിക്കോട്ടെ ജംഗണംകോട്ടെ റോഡ്. ഈ വഴിയാകുമ്പോ കൃഷ്ണഗിരി വഴി വെച്ച് നോക്കുമ്പോ ഈ വഴി കിലോമീറ്റർ കുറവാണ് ഗൈസ്. അതുമാത്രമല്ല തിരക്കുണ്ടാവില്ല, ക്രൗഡ് ഉണ്ടാവില്ല, ബ്ലോക്ക് ഉണ്ടാവില്ല, ഒരു ശല്യമില്ല. പെഡ റോഡാ. എവിടെ വരെ? നമ്മുടെ തോപ്പൂർ ധർമ്മപുരൊക്കെ ഇല്ലേ, ധർമ്മപുരത്തില്ലാന്ന് തോന്നുന്നു കറക്റ്റ്. തോപ്പൂരിനായിട്ട് മുന്നേ നിൽക്കും. അമ്മേ ധർമ്മപുരി റൈറ്റ്.
നിങ്ങൾ ഒരു കാരണവശാലും ഹൈവേ കിട്ടി ഈ റോട്ടിൽ കയറിയിട്ട് പോകാൻ നിൽക്കരുത് കേട്ടോ. പാനി പാല് വെള്ളത്തിൽ കിട്ടും ഗൈസ്. കാരണം ഈ റോട്ടിൽ ഹൈവേയുടെ പണി അവിടെ ഇവിടെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ചിലപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഇവിടെ വരെ എത്തിയിട്ട് നേരെ കുഴിയായിരിക്കും, മനസ്സിലായ? അപ്പോൾ ഹൈവേ വിട്ട് നിങ്ങൾ എപ്പോഴത്തേക്കും തിരിയാൻ നിൽക്കരുത്. അമ്മേ ഇപ്പം അറിയാത്തവരാണെങ്കിൽ മാപ്പ് ഇട്ടേക്കുക, അത് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കുഴിയിൽ പോയി നമ്മൾ പെടും. ഞാൻ പെട്ടിട്ടുള്ളത് അങ്ങനെ വലിയ വണ്ടി കൊണ്ട് വന്നിട്ട്. നിങ്ങൾ ഹുഗ്നിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? അവൻ്റെ കൊട്ടവഞ്ചിക്കായിട്ട് വരാൻ കറക്കിയിട്ടുണ്ട് സ്ഥലം. ഒരു വൈബ് സ്പോട്ടാണ്, ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഹുഗ്നിക്കൽ. അത് ഈ റോഡിലാണ് ഉണ്ടാവും. ഇവിടെ ഒരു 10-65 കിലോമീറ്റർ പോയിട്ട് റൈറ്റ് എടുത്തിട്ട് കുറച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഹുഗ്നിക്കൽ എത്തും. അടിപൊളി സ്ഥലമാണ്. ഭയങ്കര ഒരു എന്താ പറയുക, വെള്ളം കൊണ്ടായാലും പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ആ ഹുഗ്നിക്കലത്തെ ഒരു ഭൂപ്രകൃതി ഭയങ്കര ഭംഗിയാണ് കാണാൻ. അത് ഈ റോഡിലാണ് ഗൈസ് ഹുഗ്നിക്കൽ. കേരളുണ്ടി. ഓ ഇനിയിപ്പോൾ കേരളത്തിയൊക്കെ കാണും. കേരളത്തിൽ എത്താൻ 300 കിലോമീറ്റർ ഗൈസ്. ഏതാ റോഡ് നോക്കി നമ്മൾ കൃഷ്ണഗിരി വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽ കിട്ടില്ല ഗൈസ്. അങ്ങ് ദൂരെ നല്ല പെട്ടമലകളും ആകാശമൊക്കെ നോക്കി നൈസ് കാർമയൊക്കെ മൂടിയിട്ട് വേറെ മൂടായില്ലേ. ധർമ്മപുരി 20, സേലം 82, നാമക്കൽ 122 എത്ര എണ്ണമാണ്. സിമ്പിളായിട്ട് ഫസ്റ്റ് ടൈം വിചാരിച്ചു പോകാൻ പറ്റില്ല, കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് കൃഷി കേട്ടോ. നൈസ് പാടങ്ങളും ഈ ഒരു ഏരിയ ഫുള്ള് കൃഷിയുടെ 5 കളിയാണ് ഗൈസ്. ഈ ഭാഗത്ത് അതുപോലെ ഏറ്റവും കൂടുതൽ കൃഷി കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് മറ്റേ പൂക്കളില്ലേ, ഫ്ലവേഴ്സ്. അത് ഏറ്റവും കൂടുതൽ എന്താ പറയുക കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഭാഗം. ഈ ഹൊഗ്നിക്കൽ അല്ലാന്നുണ്ട് വെച്ച് പാലാക്കോട് ഈ ഒരു ഭാഗം എന്തോരാന്നറിയാം. അതുപോലെ റായിക്കോട്ടയാണ് മെയിൻ സ്ഥലം. ഒരു റായിക്കോട്ട എന്ന് പറയുന്ന ഒരു ചന്തയുടെ ഉള്ളിൽ ഏകദേശം ഒരു 10-200 ഷോപ്പുകൾ തന്നെ പൂക്കടയായിരിക്കും. അങ്ങനത്തെ സീനോടെ പൂക്കളുടെ 5 കളി എല്ലാ ടൈപ്പും. നമ്മുടെ ഈ ഓണത്തിനൊക്കെ പൂക്കളത്തിന് പൂ വരണത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ആയിരിക്കണം. കാരണം അത്രയും ബിസിനസ് നടക്കുന്നുണ്ട് പൂവിൻ്റെ. അതുപോലെ മാംഗോ പിന്നെ ഓക്കെയാണ്, കുറേ സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ പൂവ് ഇവിടുത്തെ വേറൊരു വെറൈറ്റി തന്നെയാണ്ടോ. കുറേ വെറൈറ്റി പൂക്കളും എല്ലാം ഉണ്ട് ഇവിടെ. അടിപൊളി സ്ഥലം ആയിക്കോട്ടെ. ഈ ടോളൊക്കെ ഓപ്പണായി. ഞാൻ പണ്ടൊക്കെ വരുമ്പോണ്ടല്ലോ, പണ്ട് ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഈ റൂട്ട്. ഞാനൊരു വണ്ടിയിൽ ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ റൂട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്, ബാംഗ്ലൂർ ടു തൃശ്ശൂർ. അന്നൊന്നും ഈ ടോൾ ഓപ്പണല്ല, ഇപ്പം ടോൾ ഓപ്പണായി ഒന്നും കേട്ടോ. ബ്രേക്ക് തന്നെ വണ്ടി. അമ്മേ കർഗദഹള്ളി ടോൾ. ടോളപ്പണായി. അയ്യോ അയ്യോ വളവ് റോഡ് നിങ്ങള് 4 ലൈനൊന്ന് പറന്നിട്ട് കഷ്ടാ. അതൊരു രസം, സീനിക്കായിട്ടുള്ള റൂട്ടാ. അതാണ് രസം. ഭയങ്കര മൂടാ. ചാടും അയാള്. സോമനഹള്ളി ദേവണഹള്ളി ഹള്ളി. NH44. നമ്മളിപ്പോൾ ഈ റോഡ് NH844 ആട്ടോ. ഇപ്പോൾ വന്ന് കയറാൻ പോകുന്നത് NH44. ഓക്കെ, കേക്ക് ക്ലിയർ ആണോ? നോട്ട് ക്ലിയർ. ഓ
ഇനിയിപ്പോൾ അതുപോലെ വരാൻ പോണ ഡേഞ്ചറസ് സെക്ഷൻ്റെ ഇവിടെ തോപ്പൂർ കട്ട്. അത് എന്താ പറയുക, ഞാൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ചെറിയൊരു ഭാഗമുള്ളത്, പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒട്ടുമിക്ക ലോറിക്കാരുടെയും ഒട്ടുമിക്ക വലിയ വണ്ടിക്കാരുടെ എല്ലാവരുടെയും പേടി സ്വപ്നമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എപ്പോഴും ഭയത്തോടു കൂടി മാത്രം നോക്കി കാണുന്ന ഒരു പോർഷനാണ് തോപ്പൂർ കട്ട്, അല്ലെങ്കിൽ തോപ്പൂർ ഭാഗം, തോപ്പൂർ പാസ്. ഓക്കെ, നമ്മുടെ പണ്ടത്തെ കുതിരാൻ എങ്ങനെയായിരുന്നു ആ റോഡ്? ലോറിക്കാർക്ക് എപ്പോഴും ടെൻഷനാ. വണ്ടി എയർ ചവിട്ടി ഇറങ്ങിയിട്ടും എയർ പോയിട്ടും അങ്ങനത്തെ ബ്രേക്ക് കിട്ടാനിട്ടും അങ്ങനെ കുറേ സീനുകൾ. അങ്ങനത്തെ ഒരു സെക്ഷൻ ഇപ്പോൾ വരാൻ പോണ് തോപ്പൂര്. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ. നിങ്ങൾ അവിടുത്തെ വീഡിയോസൊക്കെ ഒരുപാട് കണ്ടുണ്ടായിരിക്കും. ലോറി മറയണത്, ലോറി കൂട്ടിടിക്കണത്, അതൊക്കെ ബാക്കിൽ നിന്നൊന്നും ഇരിക്കാനാട്ടാ. അതാ രസം. അത്രയും അങ്ങനെ ഒരു ചുരമല്ല, ഇങ്ങനെ ഇറക്കം വിത്തിട്ടാണ്. അപ്പൊ ഈ ലോറിക്കാർ വണ്ടി ചവിട്ടി ഇറങ്ങിയിട്ട് എന്താ എനിക്കറിയില്ല, എയർ ഇല്ലാണ്ടൊക്കെയാ തോന്നുന്നു. എത്ര വണ്ടികളാണെന്ന് അറിയാം, എത്ര കയ്യും കണക്കില്ലാന്നൊക്കെ പറയില്ല. അതുപോലെ വണ്ടികൾ ആക്സിഡന്റ് ആവുന്ന ഒരു സ്ഥലമാണ് ഗൈസ് തോപ്പൂര്. ആ ഭാഗത്തും ഞാൻ കാണിച്ചു തരാൻ നിൽക്കത്. അവിടെ രണ്ട് തോപ്പൂര് എത്തി കഴിയുമ്പോണ്ടല്ലോ, രണ്ട് സൈഡിലും ഈ ലോറിക്കാരൊക്കെ കൊണ്ടുപോണ ലോഡില്ലേ, ഈ ലോറി മറിഞ്ഞിട്ട് ലോഡ് എടുക്കണ്ടാവില്ലേ, അങ്ങനെ എത്ര ലോഡുകളാന്ന് അവിടെ കിടക്കണേ. അതുപോലെ ഒരു കുഴിയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ വീഡിയോ. രണ്ട് ലോറി വന്ന് വേറെ ലോറി പിടിക്കണു, എന്നിട്ട് തീ പിടിക്കണു, എന്നിട്ട് നേരെ ഒരു കുഴിയിലോട്ട് പോണ വീഡിയോ ഒക്കെ. അതൊക്കെ അവിടെയാ തോപ്പൂര്. തോപ്പൂര് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടെന്ന്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. തോപ്പൂര്, ഇതാണ് ഇവിടുന്നാണ് തോപ്പൂര് ഗട്ട് സ്റ്റാർട്ട് ആവണേ. ഇവിടെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഇവര്. അതായത് ചെറുവണ്ടികൾക്ക് റൈറ്റും വലിയ വണ്ടികൾക്ക് ലെഫ്റ്റും. അതെന്തിനാ അങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് എസ്കേപ്പ് ഇട്ട് പോകണമെങ്കിൽ അയാളെ എസ്കേപ്പ് ഇട്ട് പോകണതാട്ടാ. അയ്യോ ഇപ്പൊ പോയാനാ സുമോ. അപ്പൊ ഇതെന്താ ഈ ട്രാക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ട്രാക്കിലത്തെ ഈ വലിയ വണ്ടികളൊക്കെ ഈ ട്രാക്കിലേക്ക് പിടിക്കും. അതുപോലെ ചെറിയ 24 ഫീറ്റൊക്കെ ഇതിൽ കൂടെ കയറി പോകുള്ളൂ. 32 ഫീറ്റ് അതുപോലെ വലിയ വണ്ടികളൊക്കെ അങ്ങനെ പോകുള്ളൂ. ഇതിവിടെ ഓടിക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടെ കിറുക്കന്മാർ പിടിച്ചു നിർത്തും. എന്നിട്ട് വണ്ടി എയർ ഫുള്ളാക്കിയതിൻ്റെ ശേഷം മാത്രമേ വണ്ടി താഴ്ത്തിക്ക് വിടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒരു 2 സെക്ഷനാക്കി ഒരു ഭാഗം നിർത്തിയേക്കണം. അത്ര ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അത്ര ആക്സിഡന്റ് ആണ് ഗൈസ്. ഒരുപാട് ആക്സിഡൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു വണ്ടി നിർത്തുക, കാരണം ഫോട്ടോസ് മൊത്തം ആക്സിഡന്റിൻ്റെ കേട്ടോ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് എയർ ടാങ്ക് ഫുള്ളാക്കിയതിൻ്റെ ശേഷം വണ്ടി ഇവിടുന്ന് റിലീസ് ചെയ്യുള്ളൂ ഗൈസ്. ഓക്കെ, കണ്ടോ, അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കവും വിത്ത് നല്ല ഹെവി ടേൺസ് ആണ്. കണ്ടോ, ഇവിടെ കുറെ ഫോട്ടോസ് അവരുടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ള അപകടങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വെച്ചിട്ടുള്ള ഫോട്ടോസ് മൊത്തം. അമ്മാരുടെ ആണോ നോക്കി നിങ്ങൾ ടേൺ തീരുന്നില്ല വിത്ത് ഇറക്കം. ഈ ഇറക്കാണ് ഏറ്റവും ഡേഞ്ചർ. ഈ ഇറക്കത്തിൽ ലെഫ്റ്റ് ഇങ്ങനെ പോകണ വണ്ടി അങ്ങോട്ട് പറയും. എത്ര വണ്ടിയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ, എത്ര വണ്ടിയാണ് ഈ ലോറികളൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇവിടെ. ഇതല്ലാതെ അറിയാത്തവര് കാല് കൊടുത്ത് പോവും. കൊടുത്ത് പോയ മോനെ കഴിഞ്ഞു. പിന്നെ അവൻ താഴ്ത്തിക്ക് മര്യാദ എത്തില്ല. ഈ ഡിവൈഡറൊക്കെ എടുക്കണ പൊളിഞ്ഞിട്ട് ഇവിടെയൊക്കെ ലോറി ഇങ്ങനെ മറിയണം കേട്ടോ. എന്തോരം എന്നറിയാം, എന്തോരം. അതുപോലെ അപകടം ഉണ്ടാവുന്ന സ്ഥലമാണ് ഗൈസ്. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ലോഡ് വണ്ടികളുടെ ലോഡ് കിടക്കാറുണ്ട് ഇവിടെ. ഡിവൈഡറിലൊക്കെ ടയർ എറിഞ്ഞ പാടുകൾ കണ്ടാ. വണ്ടി ടയർ അടിച്ച് കിട്ടാഞ്ഞിട്ടേ, ചവിട്ടി കിട്ടാഞ്ഞിട്ട് നേരെ ഒരഞ്ഞിറങ്ങി പോണ വണ്ടികളുണ്ടാവൊക്കെ. ആ ടയർ പാടൊക്കെ ചെറുവണ്ടി, അതായത് ചെറുവണ്ടി ആയാലും വലിയ വണ്ടി ആയാലും ഈ ഒരു സെക്ഷൻ കുറച്ച് ഡാർക്കേഷ്. ഡിവൈഡർ പൊളിഞ്ഞ് വെക്കുന്നുണ്ടാ. ഇതൊക്കെ ലോറി പറഞ്ഞിട്ടുള്ള സീനാട്ടാ. ഇവിടെ ഒന്നും ഡിവൈഡർ ഇല്ല. സീനേരിയ. അത് ഈ കാണുന്ന പാലം, ഈ പാലത്തിന്റെ അടിക്കാണ് ആ 2 ലോറികൾ മറിഞ്ഞത് ഗൈസ്. ഇവിടെ ഈ പാലം
ഈ പാലത്തിന് അടിയാണ് അന്ന് ആ 2 ലോറികൾ പറഞ്ഞത്. ബാക്കിലൊരു ലോറി വന്നിടിച്ചു, വേറെ ലോറിയും ഇടിച്ചു, എന്നിട്ട് തീ എത്തി, നേരെ താഴ്ത്തിയാണ് പോയത്. സംഭവം ചെറിയൊരു പോർഷനുള്ളൂ, പക്ഷെ വൺ ഡേഞ്ചറസ് ആണ് ഗൈസ്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലും സെർച്ച് ചെയ്താൽ മതി തോപ്പൂര് ആക്സിഡൻസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ 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 അവിടെ അല്ല, ആളപ്പുറത്ത് മിററിൽ നോക്കുക. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണല്ലോ എന്തിൻ്റെയോ. അയ്യോ, മെട്രോയാ? മെട്രോ എന്നല്ല, അവിടെ എഴുതി വെച്ചിട്ടുള്ള കേട്ടോ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. തോപ്പൂർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നോർമൽ ഹൈവേയാണ്. പക്ഷെ ആ ഒരു ചെറിയ പോർഷനിൽ എത്ര അപകടങ്ങളാന്ന് പറയാം നിങ്ങൾക്ക്. അവിടെ കണക്കില്ലാത്ത അപകടങ്ങൾ. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ തോപ്പൂരിന്ന് അടിച്ചു കൊടുത്താൽ മതി, അപ്പം തന്നെ ആക്സിഡൻസ് ഒന്നും അതിനൊപ്പം വന്നോളും. അത്രയും ഡേഞ്ചറാ. ഇനി നമുക്ക് സേലത്തേക്ക് ഒരു 35 ഉണ്ടാവുള്ളൂ കേട്ടോ, കിലോമീറ്റർ. അത്ര കിലോമീറ്റർ ഇനി സേലത്തിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ ഭവാനി എത്തിയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നടന്നു, നിങ്ങൾ ഈ റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ എനിക്ക് ചിക്കൻ റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടൊരു, അതായത് ഒരു ഷോപ്പുണ്ട് അവിടെ നിങ്ങൾ കയറി ഇരിക്കണം, മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ആ ഷോപ്പിലൂടെ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകണുണ്ട്. അത് ഭവാനിയിലാണുള്ളത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ആ ഷോപ്പ്. വിൻമില്ലിന്റെ ലീഫ് പറയണമെങ്കിൽ ഈ റൂട്ടിൽ ഈ സാധനം ഇഷ്ടം പോലെ കേട്ടോ കിടക്കണമെങ്കിൽ. വിൻമില്ലിന്റെ ലീഫ് ചെറുതാട്ടോ, പക്ഷെ ചെറുതാ. ഇതൊന്നല്ല, ബെഡാ സാധനം ഉണ്ട്, 1 ലെങ്ത് ആയിട്ടുള്ള സാധനം ഉണ്ട്. ഈ റൂട്ടിൽ ഈ സാധനം കുറേ കാണാം കേട്ടോ. രാത്രി നിങ്ങൾ ഈ റൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ സാധനം ഇഷ്ടം പോലെ കാണാം. ഓടിച്ചാലും തീരില്ല. ഈ മോളിക്ക് പാലത്തേക്ക് എത്തണത് യാതൊരു രസമുള്ള ആളുകളുണ്ട്. നല്ല മഴക്കാറുണ്ട് ഗൈസ്, നല്ല മഴക്കോളുണ്ട് കേളപ്പേട്ടോ. ഭവാനി എത്തിയിട്ട് കഴിച്ചു. ഭവാനി പാലം. ഞാൻ പറഞ്ഞ ഷോപ്പ് എവിടെ വെച്ചാലേ ഞാൻ കാണിച്ചു തരാം. ഈ പാലം എൻഡ് ആവുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ,
ഇതാണ് ഗൈസ് സെൻറ്റർ. ഈ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ഷോപ്പ്. ഓ വണ്ടി നൈസായിട്ട് അറിയിക്കോ. ഇതാണ് ഗൈസ് ഷോപ്പ്, പെട്ട ഷോപ്പ്. ഞങ്ങൾ ഇനി കഴിച്ചിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. കോയമ്പത്തൂർ എത്തി. നമ്മൾ തന്നെ നൈസ് ടെൻ്റൊക്കെ അടിച്ച് പിടിച്ചു. നല്ല മഴ, രക്ഷയില്ല. അപ്പോൾ നാളെ രാവിലെ എണീച്ചിട്ട് നാട് പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ലൈറ്റില്ലാത്ത കാരണം പിന്നെ അധികം കഥകൾ പറയാതിരിക്കണല്ലേ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ട് നാളെ കാണാം. നാളെ മോർണിംഗ് നാട്ടിലോട്ട്. റൈഡ് കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ടെൻ്റാണത് ഈ റൈഡിലെ. സെക്സി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സെഡാണ്. എന്തായാലും നാളെ കാണാം. നാളെ നാട്ടിലോട്ടാണ്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡായിരിക്കും ഇത് ഈ റൈഡിലെ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.